ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഐഡിയൽ ഇന്ത്യൻ ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മൺട്രോതുരുത്തിലാണ്. മൺട്രോതുരുത്തിൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗം കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അതുപോലെ കുറച്ചുകൂടി നല്ല ഭംഗിയുള്ള വിശേഷങ്ങളുണ്ട്. അതുകൊണ്ട് വള്ളത്തിലുള്ള യാത്രയുണ്ട്. അതെല്ലാം നമുക്ക് അങ്ങോട്ട് പോയി കാണാം. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു വ്യൂ നിങ്ങളെ കാണിക്കുകയാണ്. ബാക്കിയുള്ള വ്യൂ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. മൺട്രോതുരുത്തിൻ്റെ വിശേഷങ്ങൾ ഒരുപാടുണ്ട്, ഒരുപാട് യാത്രകൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ലെങ്ത് കൂടിയതുകൊണ്ട് നമുക്ക് പല പല എപ്പിസോഡുകളായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാ എപ്പിസോഡുകളും മറക്കാതെ തന്നെ കാണുക. അടുത്തടുത്ത എപ്പിസോഡുകൾ തന്നെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. കായൽവാരത്ത് റെസ്റ്റോറൻറ്റിലാണ് നമുക്ക് ഇന്നത്തെ ഉച്ചക്കലത്തെ ഊണ് കഴിക്കുന്നത്. നമുക്ക് അവിടെ കയറി ഊണ് കഴിക്കാം. ഇവിടെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ചെയ്തിരിക്കുന്ന ഈ ടേബിളുകളെല്ലാം അലൂമിനിയം ഫാബ്രിക്കേഷൻ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ടോപ്പിൽ അടിച്ചിരിക്കുന്ന ACP ഷീറ്റാണ് അടിച്ചിരിക്കുന്നത്. അലൂമിനിയം ഫാബ്രിക്കേഷൻ കൊണ്ട് ഇതേപോലെ ടേബിളുകളൊക്കെ ചെയ്യാമെന്നുള്ളത് കൂടി നമുക്ക് എല്ലാവർക്കും ഇവർ കാണിച്ചു തരുന്നുണ്ട്. ഇൻറ്റീരിയർ വർക്കായതുകൊണ്ട് ഇങ്ങനെയുള്ള വർക്കുകളെല്ലാം നമ്മൾ എവിടെ പോയാലും ശ്രദ്ധിക്കും. ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ് അലൂമിനിയം ഫാബ്രിക്കേഷൻ ഫീൽഡ്. അതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. നമ്മൾ ഊണ് കഴിച്ചുകൊണ്ടിരുന്ന ടേബിൾ പോലും അലൂമിനിയം ഫാബ്രിക്കേഷൻ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. മൺട്രോ ഡ്രൈവിൻ ഇസ്ലാൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങോട്ട് പോയി കാണാം. ഇവിടെയൊക്കെ ഒരുപാട് വള്ളങ്ങൾ കിടപ്പുണ്ട്. നമുക്ക് യാത്ര ചെയ്യാനുള്ള വള്ളങ്ങളൊക്കെ ഒരുപാട് കിടപ്പുണ്ട്. ഒരു വള്ളത്തിൽ 5 പേരാണ് ഉദ്ദേശിക്കുന്നത്. 600 രൂപയാണ് ഇവർ ചോദിക്കുന്നത് ഒരു മണിക്കൂറിന്. 2 മണിക്കൂറാണെങ്കിൽ 1000 രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും. പൊളി സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ ഇവിടെ വന്ന് കാണണം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരണം. അതാണ്. കൊട്ടവഞ്ചി യാത്രയൊക്കെ ഉണ്ട് കേട്ടോ. കൊട്ടവഞ്ചി എത്രയാണെന്ന് ചോദിക്കാം. കൊട്ടവഞ്ചി പ്രത്യേക റേറ്റ് ആയിരിക്കും. മൺട്രോതുരുത്ത് S വളവിലാണ് ഈ ഒരു വള്ളത്തിലെ യാത്രയൊക്കെ ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിരിക്കുന്നത്. അല്ല, ഫുള്ള് ഇറങ്ങാൻ പറ്റത്തില്ല. കൊട്ടവഞ്ചിയിൽ ഫുള്ള് പോകാൻ പറ്റത്തില്ല. ഇന്നലെ എത്ര രൂപ? മണിക്കൂർ 500 രൂപ. 600 മണി 3 പേരെ ഇപ്പം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ 500 രൂപയ്ക്ക് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. കഴിയുമ്പോൾ നിങ്ങളായിട്ട് ഇപ്പം പോയി കറങ്ങി അടിച്ച് ഈ സാധാരണ വൈകിട്ടാണ് കൂടുതൽ യാത്ര. അല്ല, രാവിലെ ഇന്ന് അതിൽ വെളുപ്പിൽ 6 മണി വരെ ഉണ്ട്. 6 മണിക്ക് ഇവിടുന്ന് പിന്നെ 6 മണിയാകുമ്പോൾ 10-16 വണ്ടി ഉണ്ടായിരുന്നു. ഉദയം കാണാനായിട്ട് വരും. അസ്തമയത്തിന് പടിഞ്ഞാറ് നല്ല ഇവിടുന്ന് നല്ലവണ്ണം ഫോട്ടോ എടുക്കും. ആ സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ആള് ശരിക്കുണ്ട്. വൈകിട്ട് ഇന്ന് ഞായറാഴ്ച ഇല്ല, ഇന്ന് കൂടുതൽ ആളാണ്. വെള്ളിയാഴ്ചയും ശനി. ഞായറാഴ്ച വേണ്ടാന്ന് റേറ്റിന് വ്യത്യാസം അതോ അല്ലാത്ത എല്ലാ ദിവസങ്ങളിലും ഇതേ റേറ്റ്? പഞ്ചായത്ത് ചെയ്യും. പഞ്ചായത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. കാരണം അധികൃതമായിട്ട് മേടിക്കായിരിക്കും. വരുന്നവരെ ഇതിപ്പോൾ ഞങ്ങൾ 3 പേർക്ക്, നിങ്ങൾ 3 പേർക്ക് കയറണം. ഇത് കൊട്ടവഞ്ചി കാണാൻ കയറിയാലേ പറ്റും. ഞാൻ പറയാൻ 1000 രൂപ എന്ന് പറയും. നിങ്ങൾ കയറി പോകുന്നു അറിയുന്നില്ല. അല്ല, അങ്ങനെ പേടിക്കാൻ പറ്റത്തില്ലെന്നാ പഞ്ചായത്ത് പറയുന്നത്. കാരണം നേരത്തെ 5 പേര് 6 പേരെ കൊണ്ടുപോകും. പേടിക്കത്തുള്ളായിരുന്നു. കൊട്ടവഞ്ചിക്കകത്ത് 3 പേര്. ഇപ്പം വള്ളത്തിനകത്ത് എത്ര? 5 പേര്. ഒരാൾ ഒരു രാവിലെയും വന്നു.
ഇനി വൈകിട്ട് വരും. അവരെപ്പോൾ വരുമെന്ന് അറിയണം. വന്നാൽ ഉടനെ പിന്നെ കണ്ടു കഴിഞ്ഞാൽ അന്നേരം പിറ്റി എടുത്തിരിക്കും. പിന്നെ നമ്മൾ ടെമ്പറേച്ചർ നോക്കണം. നിങ്ങൾക്ക് 42 മേളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അന്നേരം ആംബുലൻസ് വിളിച്ച് ഇതിനകത്ത് കയറുന്നവർ മൊത്തം ടെമ്പറേച്ചർ നോക്കിയിട്ടേ കയറത്തുള്ളൂ. അവിടെ എഴുതി വെക്കണം. അല്ല, ഇത് അടിക്കുള്ള പ്രത്യേകത അടി തഞ്ചിരിക്കുന്ന ടെമ്പറേച്ചറിൻ്റെ സാധനം ഉണ്ട്. അങ്ങനെ നമ്മൾ നോക്കി ബുക്ക് ഇരിക്കൊണ്ട് എല്ലാം എഴുതി വെച്ച്, അതായത് 42 മേളിലാണെങ്കിൽ പഞ്ചായത്ത് വിളിക്കണമെന്നാണ് പറയുന്നത്. വിളിച്ച് ആംബുലൻസുമായിട്ട് അവർ വരും, നിങ്ങളെ കയറ്റി വിടണമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ 40 മേളിലാകുമ്പോൾ ചുമപ്പടിക്കും. ഇതിനകത്ത് 40 മേളിലാണെങ്കിൽ അന്നേരം ചുമപ്പാണെന്ന് പറഞ്ഞു വിട്ടാൽ മതി. 42 മേളിലാണെങ്കിൽ പഞ്ചായത്തിന് വിളിക്കണം. പഞ്ചായത്തിന് വിളിച്ചിട്ട് നിങ്ങളെ അന്നേരം കയറി നിങ്ങളുടെ പഞ്ചായത്തിൽ അറിയിക്കണം. പിന്നെ അത് വലിയ ജോലിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ. അത് മാത്രമല്ല, ഈ ചെറിയൊരു ഇതിന് വൈകിട്ടാകുമ്പോൾ 4-5 പോലീസുകാരും അതിൻ്റെ ആളുകൾ ഇന്ന് രാവിലെ വന്നു. ആള് കൂടുന്നതനുസരിച്ച് അവരും വരും. അല്ല, അവർ സ്ഥിരം ഇവിടെ അവർ പിന്നെ 10 ആൾ കൂടി കഴിഞ്ഞാൽ മണ്ഡലത്തിൽ മൊത്തം ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് നോക്കും ഓരോ വള്ളത്തിൽ എത്ര ആളുണ്ടെന്ന്. ഒരാളധികം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് 500 രൂപ അന്നേരം എഴുതി കൊടുക്കും. ഒരു വള്ളത്തിൽ 5 പേരല്ലേ? 5 പേര് 5 പേര് 6 ആയി കഴിഞ്ഞാൽ പോയി. ഒരു വള്ളത്തിൽ 6 പേര് വന്നു. അവൻ്റെ അടുത്ത് ലാസ്റ്റ് വാണിയും കൊടുത്ത് വിട്ടിരിക്കുക. ഞങ്ങളായിട്ട് വാണിയും കൊടുത്തിരിക്കുക, അല്ലെ വിളിക്കുമെന്ന് പറഞ്ഞു. ആ കാണുന്നതാണ് ആർച്ച്. അവിടം വരെ പോകുന്നതിനാണ് ഇവിടെ 500 രൂപ ഇവർ വാങ്ങിയത്. പിന്നെ അത് മാത്രമല്ല, 1 മണിക്കൂർ നമ്മൾ ചുറ്റി കറക്കും. കണ്ടൽക്കാടിൻ്റെ ഒക്കെ പല സ്ഥലങ്ങളിൽ നമ്മളെ കറക്കി കാണിക്കുന്നതാണ്. മറ്റേ ആർച്ച് എങ്ങ് പോയിരുന്നു, അങ്ങ് ഏറ്റവും പോയിരുന്നു. ഇവിടെ ഇങ്ങനെ കിടക്കുമല്ലായിരുന്നു. ഇങ്ങനെ അത് പൊട്ടിപ്പോയത്, പൊളിഞ്ഞു പോയത്. പണ്ട് പൊട്ടിപ്പോയതാണ്, മഴയത്ത് പണ്ട് പൊട്ടിപ്പോയതാണ്. അത് ഇപ്പം അകത്തോട്ട് നമുക്ക് കയറാൻ പറ്റത്തില്ല. നമുക്ക് ദിവസം വന്ന് കണ്ടുപോകാൻ നല്ലതാണ്. രാവിലെ 6 മണിക്ക് തന്നെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉദയം കാണാം. പിന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ 3 മണി കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും നല്ല. ഈ ഉച്ച സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ്. പിന്നെ നമുക്ക് അങ്ങ് സൈഡിൽ കാണുന്ന ആർച്ചുള്ള സ്ഥലത്തേക്ക് നമുക്ക് പോയി കാണാം. ഒരുപാട് സഞ്ചാരികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മണ്ഡലത്തിൽ ഒരു കൊട്ടവഞ്ചി നമ്മൾ യാത്ര ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ടെമ്പറേച്ചറും പേരും അഡ്രസ്സും ഒക്കെ എഴുതി നമ്മൾ വെക്കണം. അത് പഞ്ചായത്തിൻ്റെ ഒരു ഓർഡറാണ്. അപ്പോൾ പോലീസുകാർ ഇവിടെ പട്രോളിങ്ങിനൊക്കെ വരും. അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ അടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ എങ്ങനെയാണ് ചേട്ടാ ഇതിൻ്റെ ആദ്യമേ ടെമ്പറേച്ചർ നോക്കും. എൻ്റെ ടെമ്പറേച്ചർ നോക്കി 38.4 എനിക്കുണ്ട്. ഇപ്പോഴൊരു ആശ്വാസമായി. ചൂടുണ്ടായതുകൊണ്ടാണ്. ഇങ്ങോട്ട് നമ്മൾ കാറിനകത്ത് വന്ന് തിരിച്ച് ആംബുലൻസ് പോയതായിരുന്നു. ആലോചിച്ച് നോക്ക്. 38.8 ഉണ്ട്. അത് ഈ വെയിലിന്റെ ഇച്ചിരി വെയിലിന്റെ ഇതിന്റെ വെയിൽ എനിക്ക് കൂടുതൽ. ഇവനെ നോക്ക് 27 മണിക്കൂർ കൂടാൻ ചാൻസ് ഉണ്ട്. 37.8 ഏറ്റവും കുറവ് അവനാ. ഏറ്റവും കുറവ് അവൻ ഏറ്റവും കൂടുതൽ എനിക്ക്. ഏറ്റവും കൂടുതൽ നമുക്ക് അത് കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് ഇനി മെയിനായിട്ട് ഇനി സാനിറ്റൈസർ അല്ലേ എല്ലാ ഇതുണ്ട് ഫെസിലിറ്റീസ് അല്ലേ. ഞാനിപ്പോ മാസ്ക് ഊരിയെന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാസ്ക് ഊരി വെച്ചിരിക്കുന്നത്. അല്ലാതെ എല്ലാവരും മാസ്ക് ഇട്ട് വേണം ഇവിടെ യാത്ര ചെയ്യാനൊക്കെ. ചേട്ടൻ മാസ്ക് ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. എല്ലാവർക്കും സാനിറ്റൈസർ തരുന്നുണ്ട് ചേട്ടൻ. സാനിറ്റൈസറൊക്കെ നമ്മൾ ഇട്ടുകൊണ്ടാണ്. നമ്മൾ വേറെ സാധനം ഇതിനകത്ത് ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. എന്താണ്? ഷീൽഡ്. നിങ്ങളുമായിട്ട് സഹകരിച്ച് കഴിയുമ്പോൾ അത് ഷീൽഡ് ചേട്ടൻ ഉപയോഗിക്കണമെന്നാണ്. അത് ചേട്ടൻ ഉപയോഗിക്കട്ടെ, അത് ചേട്ടൻ്റെ ആവശ്യമാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് വെള്ളം തുഴയാവുന്ന പറഞ്ഞേക്കുന്നത്. ചേട്ടന് ഭയങ്കര ചൂടാണ് ഷീൽഡ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ ഒരു ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനി റേറ്റിന്റെ കാര്യങ്ങൾ ചേട്ടൻ പറഞ്ഞില്ല. ചേട്ടന്റെ പേരെന്തോ? എൻ്റെ പേര് ഉത്തമൻ. ഉത്തമൻ. കൊട്ടവഞ്ചിയാണ് ചേട്ടൻ. കൊട്ടവഞ്ചിയാണ് ചേട്ടൻ ഉപയോഗിക്കുന്നത്. 1 മണിക്കൂർ 500 രൂപയാണ്. 1 മണിക്കൂർ 500 രൂപ. അല്ല, 2 മണിക്കൂർ ആകുമ്പോൾ 1000 രൂപ. അത് കഴിഞ്ഞ് മേലോട്ട് 300 രൂപ. അത് കഴിഞ്ഞുള്ള എക്സ്ട്രാ ടൈമിനെല്ലാം 100 രൂപ വെച്ച് കൂടും. 300 രൂപ വെച്ച് പിടിക്കത്തുള്ളൂ. 300 രൂപ വെച്ച് വാങ്ങിക്കത്തുള്ളൂ. അങ്ങനെ എത്ര സമയം വേണമെങ്കിലും നമുക്ക് കായലിലൂടെ യാത്ര ചെയ്യാം. ടൈം കൂടുന്നതനുസരിച്ച് റേറ്റ് കുറയും. റേറ്റ് കുറയും. ഇപ്പൊ നമുക്ക് ചേട്ടൻ നമുക്ക് തരും. നമുക്കൊന്ന് കറങ്ങി നോക്കാം ചേട്ടനായിട്ട്. അതെ തന്നെ.
എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. വാ. എന്നിട്ട് അറിയാം നമ്മുടെ നിങ്ങളെ കയറ്, ഞാൻ വീഡിയോ എടുക്കാം. അങ്ങനെ ചേട്ടനാണ് ആദ്യം കയറുന്നത്. ചേട്ടാ ഒരു ദിവസത്തെ എടുക്കുവാന്ന് ചേട്ടനെ രാവിലെ വന്നിട്ടേ. അപ്പൊ ഞങ്ങള് കൊട്ടവഞ്ചിയിൽ കയറാൻ പോവുകയാണ്. കയറി കഴിഞ്ഞു. എനിക്കൊന്ന് നീന്തൽ അറിയാന്നുണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമ്മളിവിടെ വരുമ്പോ ഇതേപോലെ പേരും അഡ്രസ്സുകളൊക്കെ ഇതിനകത്ത് എഴുതി വെക്കണം കേട്ടോ. ഒരാളുടെ പേര്. ഇപ്പൊ എന്റെ പേര് നമുക്ക് ഇനിയിപ്പോ ധൈര്യമായിട്ട് എഴുതാം. കെട്ടഴിക്കല്ലേ, ഞാൻ കയറിയില്ല. ജാക്കറ്റ് ഉണ്ട്, കെട്ടഴിക്കല്ലേ. ജാക്കറ്റും തൊപ്പിയും. ജാക്കറ്റ് ഉണ്ട്, തൊപ്പിയുണ്ട്. നമുക്ക് ഞാൻ എന്റെ പേര് എഴുതുവാണ്. അപ്പൊ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ ജാക്കറ്റ് ഉണ്ട്. ജാക്കറ്റൊക്കെ പിന്നെ നമുക്ക് ജാക്കറ്റിനകത്ത് വെച്ചിരുന്നാൽ മതി. നമ്മളിപ്പോ എടുക്കാതെ പറഞ്ഞാൽ ഭയങ്കര ചൂട്, ആരും ഇടത്തില്ല. ജാക്കറ്റ് കാണിക്കണം. ജാക്കറ്റ് തൊപ്പി എടുത്തോ, ഫോട്ടോ എടുക്കാം. നിങ്ങൾ പോന്നു. ഇത് പിടിയണ്ട. നിക്ക് ഇത് ജാക്കറ്റ് ഉണ്ട്. നമുക്ക് അതിനകത്ത് കയറാൻ ജാക്കറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സെറ്റപ്പ് തൊപ്പിയുണ്ട്. വേണ്ട സെറ്റപ്പ് തൊപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇനി നമുക്ക് കൊട്ടവഞ്ചിയിൽ യാത്ര ചെയ്യാം. ചാരി ഇരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മള് കൊട്ടവഞ്ചിക്കകത്ത് ഇങ്ങനെ യാത്ര ചെയ്യാനുള്ള പരിപാടികളാണ്. മാസ്ക് പകർന്നു. അതിന്റെ ഇങ്ങനെ കറക്കണ്ട, തല കറക്കുന്ന മതി. തല കറങ്ങുന്ന ഈ അനുഭവമൊക്കെ പറയണം. നമ്മളിങ്ങനെ വട്ടമിട്ട് കറക്കുന്ന ഒരു അനുഭവം ഉണ്ട്. അത് നല്ല രസമാണ്. അത് ഇങ്ങനിട്ട് കറക്കുന്ന ആ ഒരു സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ. തല കറക്കുന്ന എന്ന് പിടിച്ച് നമ്മളെ ഇങ്ങനെ വട്ടം കറക്കാം. കൊട്ടവഞ്ചിയിലാകുമ്പോൾ വട്ടം കറക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. ഇതാണ് കൊട്ടവഞ്ചിയിലെ ചേട്ടനാണ്. വട്ടം കറക്കത്തൊന്നും കണ്ടോ, ചേട്ടനാണ് തുഴയുന്നത്. ചേട്ടൻ കുഴപ്പമില്ല. ചേട്ടന് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് നമ്മൾ ഇതിനെ ശ്രദ്ധിക്കാതിരുന്നാൽ മതി. ചെറുതായിട്ട് തല ഇറങ്ങുന്നുണ്ട്. അല്ല, നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കായിരുന്നു. ഈ കറക്കത്തിൽ ശ്രദ്ധിക്കാതിരുന്നാൽ മതി. കറക്കത്തിൽ ശ്രദ്ധിക്കാതിരുന്നാൽ മതി. നമുക്ക് തല ഇറങ്ങത്തില്ല. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തല ഇറങ്ങും. നമ്മൾ വേറെ എന്തെങ്കിലും ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഓക്കെ, ഭയങ്കര സൂപ്പർ. ഈ ഒരു അനുഭവം നമുക്ക് ഈ കൊട്ടവഞ്ചി കയറിയെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. വെള്ളത്തിൽ ഇത് പറ്റത്തില്ല. വെള്ളത്തിൽ ഒരിക്കലും പറ്റത്തില്ല. വെള്ളത്തിനകത്ത് നമുക്ക് അത് നേരിട്ടുള്ള വെള്ളത്തിൽ വന്നിട്ട് നിങ്ങൾ ഈ കറങ്ങണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല അല്ലേ? ഈ കറക്കം പറഞ്ഞാൽ തിരിഞ്ഞിറങ്ങിയേ പറ്റൂ എന്നാണ് തോന്നുന്നത്. എന്നാലും നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് എന്താ ചെയ്യുന്നേ? ആരാ എന്തുവാ? 500 കൊടുത്തിട്ട് വീട്ടിൽ പോവാം. 500 കൊടുത്ത് തലയും കറങ്ങി വീട്ടിൽ പോവാം ചേട്ടാ. ഇനി നമുക്ക് നേരെ പോവാം. മറ്റേ ഇതിന്റെ വെള്ളത്തിനായി ഇരിക്കാടാ. അങ്ങനെ ഇതിനകത്ത് നമ്മുടെ സുഖമായിട്ട് കിടക്കൂല. കൊട്ടവഞ്ചിക്കകത്ത് യാത്ര ചെയ്യുന്ന ഒരു പ്രത്യേക സുഖമാണ്. നമ്മൾ ഈ വള്ളത്തിനകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്ന നമുക്ക് അറിയാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചാരി കിടന്ന് നമുക്ക് പോകാം. ഇതാണ് കൊട്ടവഞ്ചി. ചേട്ടന്റെ സ്ഥലം എവിടാ? ഇവിടെ അടുത്ത് തന്നെ. ചേട്ടാ ഇതൊരു ജോലിയായിട്ട് എടുത്തേക്കോ? ജോലിയുണ്ട്. വേറെ എന്തെങ്കിലും ശരി. എപ്പോഴും പാനൊക്കത്തില്ല അല്ലേ അവിടെ? അല്ല, ഇവിടെ ഇപ്പം ഇവിടെ കൊറോണ വന്ന് ഞങ്ങളെ ജോലിക്കാരെ കുറച്ച് 4 ദിവസം കൂടി ഒരു പണിയേ കിട്ടത്തുള്ളൂ. പിന്നെ ഇതൊരു ജോലിയാക്കി. അല്ല, അതിനിപ്പോ ഉണ്ടായിരുന്നു. ലോക്ക്ഡൌണോടൊക്കെ എങ്ങനെയായിരുന്നു? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആളില്ലായിരുന്നല്ലേ? ഇവിടെ മാർച്ച് 12-ാം തീയതി അടച്ചു. നമ്മൾ ലോക്ക്ഡൌൺ 24-ാം തീയതി വന്നു. 12-ാം തീയതി ഇവിടെ അടച്ചു. ഞങ്ങൾക്ക് സാമ്പത്തിക സഹായമൊക്കെ കിട്ടി. എങ്ങനെ എല്ലാം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് എല്ലാവർക്കും കിട്ടി. അതും കിട്ടി, കിറ്റും കിട്ടി. കിറ്റ് ഏറ്റവും വലിയ കിട്ടി 10,400 രൂപ ഉണ്ടായിരുന്നല്ലേ? അതൊന്ന് പറഞ്ഞേ. അതൊക്കെ നമുക്ക് നല്ലൊരു കാര്യം. ഇത്രയും ഒരു ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ടേ 1400 കിറ്റ് തന്നെയായിരുന്നു കിട്ടി. പിന്നെ മെസ്സോടെ 4,000 രൂപയ്ക്ക് എടുത്ത്. പിന്നെ മറ്റു ജോലികൾക്കൊന്നും പോകാൻ പറ്റിയില്ല എന്നുള്ളത്. പിന്നെ ഇപ്രാവശ്യം ഞാൻ നോക്കിട്ടേ റേഷൻ കട സൂപ്പർ അരിയായിരുന്നു. നല്ല അരി, ഇഷ്ടംപോലെ അരി കിട്ടി. അരിയും എല്ലാ കാര്യങ്ങളും. ഇവിടെ വരുന്നവർക്ക്
ഏറ്റവും വലിയൊരു വ്യൂ എന്ന് പറയുന്നത് ആ കാണുന്ന ആർച്ചാണ്. ആ ആർച്ചിന്റെ അടുത്തേക്ക് പോകാനാണ് നമ്മളിപ്പോൾ കൊട്ടവഞ്ചിയിൽ യാത്ര ചെയ്തത്. പിന്നെ നമുക്ക് ചുറ്റി ഒന്ന് കറങ്ങാം. ആ ചേട്ടൻ ചുറ്റി കറക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ഒരു യാത്ര ഒരുപാട് ലെങ്ത് ഉള്ളതുകൊണ്ട് നമ്മൾ കണ്ടൽക്കാട്ടിലൂടെയുള്ള യാത്രയും ബാക്കി വിശേഷങ്ങളുമെല്ലാം നമ്മൾ പല എപ്പിസോഡിലോട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിലേക്ക് നമുക്കിത് കാണാം.